നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. അനലോഗ് ഇലക്ട്രോണിക്സ് S3 വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ ട്രിപ്ലിക്കാർക്ക് അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ S1ലോ S2ലോ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഇലക്ട്രോണിക്സ് പേര് പോലെ തന്നെ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതില് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇലക്ട്രോണിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ PN ജംഗ്ഷൻ ഒക്കെയാണ് അല്ലേ. PN ജംഗ്ഷൻ എന്താണ് ഒരു സെമി കണ്ടക്ടർ, എന്താണ് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ, എന്താണ് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് PN ജംഗ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അതിൽ പഠിച്ചത്. അതില് ഇലക്ട്രോണിക്സിൽ നല്ല ഈസി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ മെയിൻ ആയിട്ടും എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. കണ്ടക്ടർ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവേ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് കണ്ടക്ടറിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ആ ഒരു ഡെഫിനിഷൻ അല്ലേ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ചൊരു ഡെഫിനിഷനാണത്. അപ്പൊ നമ്മുടെ ലെവൽ മാറുന്ന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കണ്ടക്ടർ ആകുമ്പം അതിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂല. എനർജി ഗ്യാപ്പ് 0 ആയിരിക്കുന്നതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് നമുക്ക് ഇൻസുലേറ്റേഴ്സ് പറയാം. ഇൻസുലേറ്റേഴ്സ് ആകുമ്പോൾ അതിന്റെ എനർജി ഗ്യാപ്പ് വിൽ ബി ഈക്വൽ ടു ഏകദേശം ഒരു 5 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. എനർജി ഗ്യാപ്പ് ഒക്കെ അറിയാലോ, കണ്ടക്ടറിൽ എനർജി ഗ്യാപ്പ് ഓവർ എനർജി ഗ്യാപ്പ് ഇല്ല, അല്ലെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എന്താണ് സ്പേസിങ്ങിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടക്ടറിലാണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിറയെ ഫ്രീ ഇലക്ട്രോൺസ് കാണും. അതുകൊണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആണ്. ഇനി ഇൻസുലേറ്റേഴ്സ് എന്താണ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഇലക്ട്രോൺ വോൾട്ട് വരെ എനർജി ഗ്യാപ്പ് കാണും. അപ്പൊ എന്ത് നടക്കില്ല, അവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഇത്രയും എനർജി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് എന്താണ് മൂവ് ചെയ്യത്തില്ല. എന്താണ് ഡിഫിക്കൽട്ട് ഫോർ ഇലക്ട്രോൺസ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് റീച്ച് ആവാൻ. വാലൻസ് ബാൻഡിൽ നിന്ന്, ഇപ്പൊ ഇതാണ് വാലൻസ് ബാൻഡ് എങ്കിൽ ഇതിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്. ഇത് രണ്ടുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിന്റെ ഇടയിൽ ഒരാളുണ്ട് നമുക്കറിയാം, ആരാണ്? സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്തുവാണ്, അവരുടെ നമ്മൾ അതിന്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ചിലപ്പോൾ കണ്ടക്ട് ചെയ്യും, ചിലപ്പോൾ കണ്ടക്ട് ചെയ്യില്ല. ആ ഒരു കേസ് എങ്ങനെയാണ് വരുന്നത്, ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഇസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പോ ചില കണ്ടീഷൻസിൽ നമ്മളൊരു ചെറിയ ഈ ഒരു എനർജി ഗ്യാപ്പിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ, വാലൻസ് ബാൻഡിലുള്ള കാരിയേഴ്സിന് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ളവയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ നിങ്ങളുടെ സിലബസ് തുടങ്ങുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ BJT ആണ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസിക്സ് എന്താണ് PN ജംഗ്ഷൻ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു കുറച്ച് കൂടുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ സെമി കണ്ടക്ടേഴ്സിന് എങ്ങനെ എനർജി കൊടുക്കും, ഇതിനെ എങ്ങനെ കണ്ടക്ടേഴ്സ് ആക്കി മാറ്റും, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പം സെമി കണ്ടക്ടേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്തോ ആണ്, സെമി കണ്ടക്ടർ ഇൻ പ്യുവറസ്റ്റ് ഫോം, അതിന്റെ പ്യുവർ ഫോമിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക്. വെറുതെ ഇരിക്കുന്ന ഒരു സെമി കണ്ടക്ടറിന്, അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറിൽ എന്താണ് എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, സിലിക്കൺ, ജർമാനിയം പോലുള്ള എന്താണ് എലമെന്റ്സിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ എനർജി ഗ്യാപ്പ്, സിലിക്കന്റെ എനർജി ഗ്യാപ്പ് ഇത് ഓർത്ത് വെക്കണം. സിലിക്കന്റെ എനർജി ഗ്യാപ്പ് 1.12 ഇലക്ട്രോൺ വോൾട്ടും ജർമേനിയത്തിൻ്റെത് 0.72 ഇലക്ട്രോൺ വോൾട്ടും ആണ് ഇതിന്റെ എന്താണ് എനർജി ഗ്യാപ്പ് വരുന്നത്. അപ്പോ ഇവരെ നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ ഇതിനെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ
ഇതിങ്ങനെ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യാതിരിക്കും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ അതായത് ഇതിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത്, അതാണ് അടുത്ത് പഠിപ്പിക്കുന്ന ടോപ്പിക്, ഡോപ്പിംഗ് എന്താണെന്ന്. അപ്പൊ നമ്മൾ PN ജംഗ്ഷൻ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടാണ് BJT പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡോപ്പിംഗ് എന്താണ്? ഈ സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പ് ഇമ്പ്യൂരിറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് N ടൈപ്പും, അതായത് ഒരു കൺട്രോൾഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. ഒന്ന് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, അതായത് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള സിലിക്കണിലോ ജർമാനിയത്തിലോ ഇലക്ട്രോൺസ് ആണ്, 4 ആണ് വാലൻസി. സിലിക്കൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതില് നമ്മൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 5 വാലൻസ് ബാൻഡിൽ 5 ഇലക്ട്രോൺസ് ഉള്ള ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യും. അപ്പോ അങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴത്തേനും എന്ത് പറ്റും? ഈ 5 ഇലക്ട്രോൺസിൽ ഈ 4 ആയിട്ട് പെയറിംഗ് സംഭവിക്കും. ആൻഡ് ഒരെണ്ണം ബാലൻസ് വരും. ഒരു ഇലക്ട്രോൺ എന്ത് വരും? ബാലൻസ് വരും. അപ്പൊ അവിടെ എന്ത് പറ്റും? പെന്റാവാലന്റ് ആറ്റം ഹാസ് 5 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്, ഓഫ് വിച്ച് 4 ഇലക്ട്രോൺസ് ഫോം കോവാലന്റ് ബോണ്ട് വിത്ത് സിലിക്കൺ, ആൻഡ് ദ 5th ഇലക്ട്രോൺ can't form a covalent bond and hence is quiet far from the nucleus. അപ്പൊ ഇത് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ 5th ഇലക്ട്രോൺ ഫ്രീ ആണ് അല്ലേ? ഫ്രീ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ആൻഡ് റിക്വയർസ് ഓൺലി വെരി ലിറ്റിൽ എനർജി ടു ഫ്രീ ഇറ്റ്സെൽഫ് ഫ്രം ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസ് നിന്ന് ഫാർ അവേയും ആണ്. ഇതിനിപ്പോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഫ്രീ ഇലക്ട്രോണായിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. സോ ഈ സിലിക്കൺ ഡോപ്ഡ് വിത്ത് പെന്റാവാലന്റ്, അപ്പൊ ഇതുപോലെ ഒത്തിരി സിലിക്കൺ കാണും. ഇതിനകത്ത് കുറെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന അനുസരിച്ച് കുറെ ഫ്രീ ഇലക്ട്രോൺസ് അതിൽ വരും അല്ലേ? അപ്പോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. N ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അതായത് കഴിഞ്ഞ ഒരു സിലബസിൽ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പോൾ ഈ കോൺസെപ്റ്റ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന മനസ്സിലാവൂല. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ സെമ്മില് നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ച സെയിം കാര്യമാണ് കേട്ടോ. അപ്പൊ അടുത്ത P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇതേ സിലിക്കണിൽ ഒരു 4 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും? 3 ആ ട്രൈവാലന്റ് എന്ന് പറയുന്ന 3 ഇലക്ട്രോൺസ് ഇതുമായിട്ട് എന്താണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് ദർ വിൽ ബി എ ഡെഫിഷ്യൻസി ഓഫ് ആൻ ഇലക്ട്രോൺ. ഈ നാലാമത്തെ നാലാമത്തെ ഇലക്ട്രോണിന് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ, ആ ഡെഫിഷ്യൻസി ഓഫ് ആൻ ഇലക്ട്രോണിനെയാണ് അതിനെ ഹോൾ എന്ന് നമ്മൾ വിളിക്കും അല്ലേ? അതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജും ഹോള് പോസിറ്റീവ് ചാർജും അതിനെ P എന്നാണ് നമ്മൾ പറയുക, P ടൈപ്പ്. അപ്പൊ ഹോൾസ് ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു സെമി കണ്ടക്ടറിനെ നമ്മൾ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. അതായത് നമുക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയോ യൂസ് ചെയ്ത് ഡോപ്പ് ചെയ്ത് സെമി കണ്ടക്ടേഴ്സിനെ P ടൈപ്പ് അല്ലെങ്കിൽ N ടൈപ്പ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഇനി ഉപയോഗിക്കേണ്ടത് PN ജംഗ്ഷൻ ഡയോഡ് എന്താണെന്ന്, അതായത് Pയും Nഉം ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ഒരുമിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഫുള്ള് പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ? P ടൈപ്പ് സെമി കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. പഠിക്കാൻ എളുപ്പം തന്നെയാണ്. ഹോൾസ് ആണ് ഈ സൈഡിൽ കൂടുതൽ. ഇപ്പുറത്ത് എന്താണ്? N ടൈപ്പില് ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. അപ്പൊ എന്ത് പറ്റും? ഇതിനൊരു ഫോർവേഡ് ബയസ്ഡ് ആക്കുമ്പോൾ, ഓക്കെ, ഫോർവേഡ് ബയസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടേം അറിയാവോ? ഫോർവേഡ് ബയസ്ഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് P ടൈപ്പ് സെമി കണ്ടക്ടർ പോസിറ്റീവിലും ആൻഡ് N ടൈപ്പ് സെമി കണ്ടക്ടറിന് നെഗറ്റീവിലും കൊടുക്കുന്നതിനെയാണ് ഫോർവേഡ് ബയസ്ഡ് എന്ന് പറയുന്നത്. ദെൻ തിരിച്ചാണ് കൊടുക്കണമെങ്കിൽ N-നെ പോസിറ്റീവിലോട്ടും P-നെ N-ലോട്ടും കൊടുക്കണമെങ്കിൽ നെഗറ്റീവിലോട്ടും കൊടുക്കുകയാണെങ്കിൽ എന്നെ റിവേഴ്സ് ബയസ്ഡ് എന്ന് പറയും. ഈ 2 ടേം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഫോർവേഡ് ബയസിൽ കൊടുക്കുമ്പം ഇവിടെ, അതായത് ജസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇത് P-യും ഇത് N-ഉം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് പോസിറ്റീവ് മൊബൈലായിട്ടുള്ള പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ട് പോകുക. അതായത് ആലോചിച്ച് നോക്കൂ, ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ്, അപ്പം ഇപ്പുറത്താണ് നെഗറ്റീവ്. സോ
ഈ ഹോൾസ് ഇങ്ങോട്ട് പോകും ആൻഡ് ഇലക്ട്രോൺസ് പോസിറ്റീവ് ടുവേർഡ്സ് അട്രാക്ട് ചെയ്യും, ഇങ്ങോട്ട് പോകും. ഓക്കെ, മൂവ് ചെയ്യും. അങ്ങനെ ജംഗ്ഷനിൽ നെഗറ്റീവിന്റെ കുറെ ഇതും പോസിറ്റീവും അയോൺസിന്റെ ഒരു സെക്ഷനും ഇലക്ട്രോൺസിന്റെ ഒരു സെക്ഷനും ഹോൾസിന്റെ ഒരു സെക്ഷനും ഇവിടെ വന്ന് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിഫ്യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള റീകോമ്പിനേഷൻ, അപ്പൊ ഈ ഒരു റീകോമ്പിനേഷൻ ഒരു അൺകവേർഡ് നെഗറ്റീവ് റീജിയന് കാരണമാവുകയും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലഷൻ റീജിയൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിപ്ലഷൻ റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഫോർവേഡ് ബയസ്ഡ് എന്താണെന്നൊക്കെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിന്റെ എന്താണ് ഓപ്പൺ ഡിപ്ലഷൻ റീജിയന്റെ ഫോർമേഷൻ ഒക്കെ പറയുമ്പോഴത്തേനും ജസ്റ്റ് ഇതിന്റെ ഒരു ഗ്രാഫൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. വോൾട്ടേജും കറണ്ടും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് എന്താണ് കറണ്ട് ഹൈ ആകുന്നത്. കറണ്ട് മില്ലി ആംപിയറിലാണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ VI ക്യാര പറയുമ്പോൾ വരയ്ക്കാനുള്ളൊരു സംഭവമാണിത്. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഡിപ്ലഷൻ റീജിയനായി ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? സിമിലർലി ഹോൾസ് ആർ റിപ്പൽഡ് ബൈ ഈ ഹോൾസ് ഇവിടെ നിന്ന് റിപ്പൽ ചെയ്യുകയും ഇവിടെ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യുകയും ചെയ്തു. അതിന്റെ റിസൾട്ടായിട്ട് മോർ മേജോറിറ്റി കാരിയേഴ്സ് സെന്ററിലേക്ക് വരികയും രണ്ട് സൈഡിലും സെന്ററിലേക്ക് വരികയും ചെയ്യും. ഇത് ഒരു ന്യൂ ഇലക്ട്രോൺ ഹോൾ പെയർസിന്റെ ഫോർമേഷൻ കാരണം ഈ ചാർജസ് ന്യൂട്രലൈസ് ആകുന്നു. ദ ഫ്രീ ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ആർ അട്രാക്റ്റഡ് ബൈ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഇതിന്റെ ഫലമായിട്ട് ഇവിടെ ഇങ്ങനെ ആ ഒരു റീകോമ്പിനേഷന്റെ ഫലമായിട്ട് ഒരു കറണ്ട് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, ഓക്കെ, ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ ഈ PN ജംഗ്ഷൻ ഡയോഡ് കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഇവിടെ ഒരു ഡിപ്ലഷൻ റീജിയൻ ഉണ്ടാകുന്നില്ലേ, അത് കാരണം അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്താൽ മാത്രമേ അത് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ആ ബാരിയർ പൊട്ടൻഷ്യലിന്റെ അതിനെയാണ് നമ്മൾ V ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ VI ക്യാര എന്ന് പറയുന്നു. ഈ മിനിമം വോൾട്ടേജിന് നമ്മൾ വിളിക്കുന്ന പേര് കട്ട് ഇൻ വോൾട്ടേജ് എന്നാണ്. ഈ കട്ട് ഇൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് ക്യാരി ചെയ്യുന്നത്, കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്, വിച്ച് വിൽ ബി മോർ ദാൻ ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. ഇനി റിവേഴ്സ് കറണ്ട് എപ്പോഴും ഇനി എന്താണ് റിവേഴ്സ് ബയസിൽ കൊടുക്കുമ്പോൾ റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ എന്തോ ആണ്? P ടൈപ്പ് P സെമി കണ്ടക്ടർ എന്നിലേക്കും N ടൈപ്പ് ഭാഗം N പോർഷൻ Pയിലേക്കും കണക്ട് ചെയ്യുന്നതാണ് റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സ് ബയസ് കൊടുക്കുമ്പോൾ സംഭവം ഡിപ്ലഷൻ റീജിയന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയും കറണ്ട് ഫ്ലോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്താലും കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവും. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നതാ. ഇങ്ങനത്തെ ഒരു I0 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. ഇങ്ങനെയല്ല സ്ലോപ്പിംഗ് ആയിട്ടല്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോവും. ഇതാണ് റിവേഴ്സ് ബയസിലുള്ള ക്യാര പറയുമ്പോഴത്തേനും വരയ്ക്കേണ്ടത് VI ക്യാര. ഇവിടെ Vയും ഇവിടെ Iയും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഒന്നും ഈ ഇതിൽ പഠിക്കാനുള്ളതല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഓവർവ്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിയേണ്ടത്. എന്താണ് P, എന്താണ് N ടൈപ്പ്, അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് PN ജംഗ്ഷൻ ഉണ്ടാകുന്നത്. ഫോർവേഡ് ബയസ്ഡ് എന്താണ്, റിവേഴ്സ് ബയസ്ഡ് എന്താണ്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങോട്ട് പോവാം? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ പണ്ട് കാലത്ത് ആദ്യ സമയത്ത് വാക്യൂം ട്രയോഡൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് കുറച്ചും കൂടെ പ്രോസസ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ട്രാൻസിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ. ട്രാൻസിസ്റ്റർ എന്താണ്? ഒരു സോളിഡ് ഡിവൈസ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ. ആൻഡ് ഒരു വാക്യൂം ട്രയോഡിന് അനലോഗസ് ആണത്. പക്ഷെ വാക്യൂം ട്രയോഡിനെക്കാളും ഒത്തിരി ഒരു വാക്യൂം ട്രയോഡ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ കോമ്പാക്ട് സൈസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, റഗ്ഡ് കൺസ്ട്രക്ഷൻ ആണ്, ഷോക്കിനും വൈബ്രേഷൻസിനും ഒക്കെ റെസിസ്റ്റീവ് ആണ്, ആൻഡ് എന്താണ് ലോ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, ഹൈ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, മറ്റേതിനെ അപേക്ഷിച്ച് ലോങ് ലൈഫ് ആണ്. ഓക്കെ, അതുപോലെ
ടെമ്പറേച്ചർ ഒരു പെർമിസിബിൾ ലിമിറ്റ്സിൽ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഫ്രീക്വൻസി ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഒരു 75 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഒരു ഫ്യൂ മെഗാ ഹെർട്സ് വരെയൊക്കെ പോകുന്നുണ്ട്. ഇതിനകത്ത് എന്തായിരിക്കും കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഒരു സിലിക്കൺ ഓർ ജർമാനിയം, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഒരു സിലിക്കൺ ജർമാനിയം പോലുള്ള സിലിക്കൺ ജർമാനിയം പോലുള്ള മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് എന്താണ് നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി എന്താണ് അതിന്റെ കൂടുതൽ കാര്യം? ഒരു ലിറ്റിൽ പവർ മാത്രമേ ഇത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി ട്രാൻസിസ്റ്ററിന്റെ എന്താണ് ഒരു മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ പഠിച്ചു. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 3 സെക്ഷൻ വരും. PNP ഒരു എൻ റീജിയൻ 2 PN ജംഗ്ഷന്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത രീതിയിലാണ് PNP ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു PN ജംഗ്ഷൻ നിങ്ങൾക്കറിയാം, ഒരു PN ജംഗ്ഷൻ റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഒരു PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ P ടൈപ്പ് സെമി കണ്ടക്ടർ, 2 P ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഇടയിൽ എന്താണ് സാൻഡ്വിച്ച് ചെയ്ത രീതിയിലാണ് ഇത് കാണപ്പെടുക. നെക്സ്റ്റ് ഈസ് NPN. ഇതെന്ന് പറയുമ്പോൾ 2 N ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത രീതിയിലാണ്, 2 N ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഇടയിൽ ഒരു P റീജിയൻ സാൻഡ്വിച്ച് ചെയ്ത രീതിയിലാണ് NPN ട്രാൻസിസ്റ്റർ കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഒരു ട്രാൻസിസ്റ്ററിൽ 3 പാർട്ടാണുള്ളത്. ഇതിവിടെ നിന്നോട്ടെ, 3 പാർട്ടാണുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ. ഈ ഒരു ഓർഡറിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. എന്താണ് എമിറ്റർ? ഇതിനകത്ത് വേറൊരു കാര്യം, ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇതൊരു എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് ആൻ എമിറ്റർ കളക്ടർ ബേസ് ജംഗ്ഷൻ. 2 ജംഗ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് എമിറ്റർ ബേസ് ജംഗ്ഷനും ഒന്ന് കളക്ടർ ബേസ് ജംഗ്ഷനും. ബേസ് കോമൺ ആയിട്ട് 2ന്റെയും നടുവിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതൊരു എന്താണ് PNP ട്രാൻസിസ്റ്റർ ആണ്. PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണുള്ളത്. ഇതിന് 3 ടെർമിനൽസ് ഉണ്ട്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഈ ടെർമിനൽസിനെ കുറിച്ചാണ് അടുത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഈസ് ടു സപ്ലൈ the charges to be collected by the third section. ഈ ഫസ്റ്റ് സെക്ഷൻ ചാർജസ് എന്താണ് സപ്ലൈ ചെയ്യാണ് ചെയ്യുക. ആൻഡ് തേർഡ് സെക്ഷൻ ഈസ് ടു കളക്ട് ദ ചാർജസ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേനും നടുവിലത്തെ സെക്ഷൻ എന്താണ്? നടുവിലത്തെ സെക്ഷനിലൂടെ middle section which is formed between the collector and emitter is called base. ആ ബേസിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? one side സപ്ലൈയിങ്ങും അതർ സൈഡ് കളക്ടറും ആണ്. മിഡിൽ സെക്ഷനിൽ കൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ബേസ്. ഓക്കെ, ഇനി ഇവിടെ N ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ NPN P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണത്. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എമിറ്റർ, ബേസ്, കളക്ടർ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിനു മുന്നേ ആലോചിക്കുക, P ടൈപ്പിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുന്ന? P ടൈപ്പ് സെമി കണ്ടക്ടറിലെ മേജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഹോൾസ് ആണ്. സോ PNP ട്രാൻസിസ്റ്ററിൽ P സൈഡിൽ നിന്നും, അതായത് എമിറ്ററിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന ഏത് ചാർജ് ആയിരിക്കും? അവിടെ കൂടുതലുള്ളതല്ലേ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ P സൈഡിൽ നിന്നും സപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് അഥവാ ഹോൾസ് ആയിരിക്കും. അപ്പം PNP ട്രാൻസിസ്റ്ററിൽ നിന്ന് ഹോൾസിനെ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്, വിച്ച് ഇസ് എന്താണ് കളക്റ്റഡ് അറ്റ് ദ കളക്ടർ. ഓക്കെ, നെക്സ്റ്റ് NPN ഇവിടെ Nൽ എന്താണ്? ഇലക്ട്രോൺസ് ആണ് കൂടുതലുള്ളത്. സോ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. അത് അപ്പുറത്ത് കളക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. എമിറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ ആണ്? ഇറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സെക്ഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് ഇറ്റ്സ് മെയിൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു സപ്ലൈ മേജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതായത് ഒരു PNP-ലാണെങ്കിൽ ഹോൾസ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്, NPN-ലാണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 2 പോയിന്റ് പഠിച്ചു. ദ എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ് സോ ദാറ്റ് ഇറ്റ് മേ ബി എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അത് ഇവിടെ നിന്ന് തന്നെ പഠിക്കുക. എന്തുകൊണ്ടാണ് ഹെവിലി ഡോപ്പ് ചെയ്യുന്നത്? കാരണം എമിറ്ററിൽ നിന്നാണ്
സപ്ലൈ ചെയ്യേണ്ടത് അല്ലേ, ചാർജസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഹെവിലി ഡോപ്ഡ് ആയിരുന്നാൽ മാത്രമേ അവിടെ ചാർജിന്റെ എണ്ണം കൂട്ടാൻ പറ്റുള്ളൂ. ഹെവിലി ഡോപ്ഡ് ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് പറഞ്ഞാൽ എണ്ണത്തിനെ കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് it is of moderate size in order to maintain heavy doping without diluting it or mesh formation in it. ഓക്കെ, കഴിഞ്ഞു. രണ്ടാമത്തേത് കളക്ടർ ആണ്. കളക്ടർ ഏറ്റവും റൈറ്റ് ഹാൻഡ് സെക്ഷനിലുള്ള ഒരു ഇതാണ്, പോർഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടു കളക്ട് മേജോറിറ്റി. ഈ മേജോറിറ്റി ആയിട്ട് അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന എല്ലാ ചാർജ് കാരിയേഴ്സിനെയും കളക്ട് ചെയ്യാനുള്ളതാണ് കളക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പം ഒരു കാര്യം ആലോചിക്കുക, ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും ബേസ് കളക്ടർ അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കണം. ഓക്കെ, അത് ഞാൻ പോയിന്റ്സ് പറയുമ്പോൾ ഒന്നുകൂടെ പറയാം. അങ്ങനെ ആയിരിക്കണം. അപ്പം കളക്ടർ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയസ് സോ ആസ് ടു റിമൂവ് ദ ചാർജ് കാരിയേഴ്സ് away from its junction with the base. Okay, it is moderately doped to avoid the chances of mesh formation even after taking the carriers from the emitter. Large in size to withstand the temperature generated at the collector. അപ്പം ഇത്രയും ചാർജ് ക്യാരി ചെയ്യുമ്പോൾ തന്നെ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ലാർജ് ഇൻ സൈസ് ആക്കിയാണ് വെക്കുക. ഇനി നെക്സ്റ്റ് ഈസ് ബേസ്. ബേസ് എങ്ങനെ പറയാം? ഇത് മിഡിൽ സെക്ഷൻ ആണ്. ഇറ്റ് ഇസ് ലൈറ്റ്ലി ഡോപ്ഡ് ടു ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. കാരണം ഇവിടെ കുറേ ഇലക്ട്രോൺസോ ഹോൾസോ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? അപ്പം ഇവര് പി എൻ പിയുടെ ഇത് എടുക്കുമ്പോൾ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? രണ്ട് സൈഡും ഹെവിലി ഡോപ്ഡും നടുക്കത്തെ ബേസ് ലൈറ്റ്ലി ഡോപ്ഡും ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇവിടെ റീകോമ്പിനേഷൻ സംഭവിക്കും. ഓക്കെ, കളക്ടർ കറണ്ട് കൂടുകയും അപ്പം ബേസിലെത്തുമ്പോൾ, അതായത് അപ്പുറത്തുനിന്ന് എമിറ്ററിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് ബേസിലെത്തുമ്പം അവിടെ എന്താണ് റീകോമ്പിനേഷൻ സംഭവിക്കുകയും കളക്ടർ കറണ്ട് കൂടും. സോ ദാറ്റ് ഈ എന്താണ് it may pass most of the injected charge carriers to the collector. അപ്പൊ അങ്ങനെ വരാതെ കൂടുതൽ ചാർജ് കാരിയേഴ്സിനെ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിനെ നമ്മൾ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടായിരിക്കും വെക്കുക. ഓക്കെ, ഇനി എന്താണ്? എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷനും രണ്ടിനും അതിൻ്റെതായ ഓൺ വോൾട്ടേജ് ബാരിയേഴ്സ് കാണും, അല്ലെങ്കിൽ ബാരിയർ വോൾട്ടേജ് കാണും രണ്ട് ജംഗ്ഷനിലും. ഓക്കെ, നമ്മൾ പി എൻ ജംഗ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ജംഗ്ഷനിലും ബാരിയർ വോൾട്ടേജ് കാണും. ദ ഫോർവേഡ് ബയസ്ഡ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ് ടു ദ എമിറ്റർ കറണ്ട് വേറസ് ദ കളക്ടർ. അപ്പം എന്താണ്, ഫസ്റ്റ് സെക്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് വെക്കണോണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് കുറവും, കളക്ടർ ബേസ് ജംഗ്ഷനിൽ റെസിസ്റ്റൻസ് കൂടുതലും ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഇത്രയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ പഠിക്കുമ്പോഴത്തേനും പഠിക്കേണ്ടത്. റെസിസ്റ്റൻസ് ഓഫ് എമിറ്റർ ബേസ് ജംഗ്ഷൻ സ്മോൾ ആയതുകൊണ്ട് തന്നെ ഫോർവേഡ് ബയസ് കുറച്ച് വെരി സ്മോൾ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ റിവേഴ്സ് ബയസ് ലാർജ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. റിവേഴ്സ് ബയസ് on the collector base junction is very large എന്നുള്ളതാണ്. ഇത്രയുമാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടും അതുപോലെ ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസിസ്റ്റർ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ ഇതിന്റെ ബയസിങ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഒരു അൺബയസ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ്, ഒരു ബാറ്ററിയും കണക്ട് ചെയ്യാത്ത ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ അൺബയസ്ഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡി സി ബയസിംഗ് ആണ് നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ബേസിക്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ അതിനെ ഒരു ബാറ്ററിയുമായിട്ടും കണക്ട് ചെയ്തില്ലെങ്കിൽ അതിന് അൺബയസ്ഡ് ട്രാൻസിസ്റ്റർ എന്നാണ് പറയുന്നത്.